ഹലോ ഫ്രണ്ട്സ്, ഗോകുൽ ഹിയർ. CCL റൂൾസ് എക്സ്പ്ലെയിൻഡ് എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് 2026 മത്സരങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ആദ്യ മത്സരം ജനുവരി 18 മുംബൈ ഹീറോസുമായിട്ടായിരുന്നു. ആ മത്സരത്തിൽ നമ്മൾ 5 വിക്കറ്റിന് മുംബൈ ഹീറോസിനെ പരാജയപ്പെടുത്തിയിരുന്നു. കിടിലൻ വിജയം നേടിയിട്ടും ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും സോഷ്യൽ മീഡിയ വഴിയും മറ്റും നമ്മൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് അഖിൽ മാരാർ, മുഹമ്മദ് ഷാരിഖ് എന്നിവർ കളിക്കാനായിട്ട് ഇറങ്ങിയില്ല? പകരം മണിക്കുട്ടൻ, പ്രചോദ് എന്നിവർക്ക് എങ്ങനെ ലൈനപ്പിൽ സ്ഥാനം കിട്ടി? അതുപോലെ തന്നെ അരുൺ ബെന്നി എന്തുകൊണ്ട് ബാറ്റിങ്ങിന് വന്നില്ല? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. CCLൻ്റെ റൂൾസ് കൃത്യമായിട്ട് എല്ലാവരിലേക്കും എത്താത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് CCL അല്ലെങ്കിൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലെ റൂൾസ് എന്തൊക്കെയാണ്, ബാറ്റിംഗ് ഓർഡർ റൂൾസ് എന്തൊക്കെയാണ്, ബൗളിംഗ് റൂൾസ് എന്തൊക്കെയാണ്, പ്ലേയിങ് 11 റൂൾസ് എന്തൊക്കെയാണ്, ഇങ്ങനെ CCLൻ്റെ റൂൾസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സംശയമായിരുന്നു എന്തുകൊണ്ട് അഖിൽ മാരാർ, മുഹമ്മദ് ഷാരിഖ് കഴിഞ്ഞ മത്സരങ്ങൾ കളിച്ചില്ല എന്നുള്ളത്. ഇപ്പോൾ കേരള ടീമിൻ്റെ സ്ക്വാഡ് എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും കിടിലനായിട്ടുള്ള 2 ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻസാണ് അഖിൽ മാരാറും മുഹമ്മദ് ഷാരിഖും. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ പ്രാക്ടീസ് മത്സരങ്ങളിലൊക്കെ അവർ നന്നായിട്ട് തന്നെ പന്തെറിഞ്ഞ് നല്ല ഇൻ സ്വിങ്ങേഴ്സും ഔട്ട് സ്വിങ്ങേഴ്സും നല്ല വെറൈറ്റി ബോളിംഗ് ആക്ഷൻസൊക്കെ ഉള്ള 2 മികച്ച ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻസാണ് അഖിൽ മാരാറും ഷാരിഖും. പക്ഷേ അവർക്ക് കഴിഞ്ഞ മത്സരത്തിൽ ലൈനപ്പിൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സംശയം. ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ്സ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പോലും അതിൻ്റെ കമൻസിനകത്തും ഈ സെയിം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അഖിൽ മാരാറിനും ഷാരിഖിനും കളിക്കാൻ പറ്റാത്തത്? സോ നമ്മുടെ CCLനകത്ത് പ്ലെയേഴ്സിനെ കാറ്റഗറി ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് 2 കാറ്റഗറിയാണ്. A കാറ്റഗറി പ്ലെയേഴ്സും B കാറ്റഗറി പ്ലെയേഴ്സും. A കാറ്റഗറി പ്ലെയേഴ്സായിട്ട് കണക്കാക്കിയിരിക്കുന്നത് മെയിനായിട്ട് ആക്റ്റീവ് ഫിലിം സ്റ്റാർസ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ TV സ്ക്രീൻ ടൈമുള്ള തിയേറ്റർ സ്ക്രീൻ ടൈംസ് ഉള്ള ആക്ടേഴ്സിനെയാണ് A കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കുറഞ്ഞിട്ടുള്ള സ്ക്രീൻ ടൈമുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരെയൊക്കെ B കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സോ ആ ടീമിൻ്റെ ഏറ്റവും മികച്ച പ്ലെയേഴ്സ് വരുന്നത് B കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് കേരള സ്ട്രൈക്കേഴ്സ് എന്നല്ല, എല്ലാ ടീമിനും ഇത് തന്നെയാണ് കോമൺ റൂൾ. അപ്പോൾ നമ്മൾ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സ്ക്വാഡ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്വാഡിനകത്ത് ഫസ്റ്റ് നമ്മുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ A കാറ്റഗറി പ്ലെയറാണ്. വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നത് ബിനീഷ് കോടിയേരിയാണ്. ബിനീഷ് കോടിയേരി A കാറ്റഗറി പ്ലെയറാണ്. അടുത്ത മെമ്പർ നോക്കുകയാണെങ്കിൽ അർജുൻ നന്ദകുമാറും A കാറ്റഗറി പ്ലെയറാണ്. അടുത്തത് മണിക്കുട്ടൻ A കാറ്റഗറി പ്ലെയറാണ്. കലാഭവൻ പ്രചോദ് A കാറ്റഗറി പ്ലെയറാണ്. വിവേക് ഗോപൻ A കാറ്റഗറി പ്ലെയറാണ്. ജീൻ പോൾ ലാൽ A കാറ്റഗറി പ്ലെയറാണ്. മദൻ മോഹൻ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കോച്ച് കൂടിയാണ്. മദൻ മോഹൻ വരുന്നത് B കാറ്റഗറി പ്ലെയറാണ്. അരുൺ ബെന്നി B കാറ്റഗറി പ്ലെയറാണ്. അഖിൽ മാരാർ വരുന്നത് B കാറ്റഗറിയാണ്. സമർത്ഥ് അംബുജാക്ഷൻ B കാറ്റഗറിയാണ്. മുഹമ്മദ് ഷാരിഖ് B കാറ്റഗറിയാണ്. ആര്യൻ കത്തൂരിയ B കാറ്റഗറിയാണ്. ജോൺ കൈപ്പള്ളി A കാറ്റഗറി. സഞ്ജു സലീം A കാറ്റഗറി. അനൂപ് കൃഷ്ണൻ B കാറ്റഗറി. അപ്പോൾ ഇങ്ങനെയാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സ്ക്വാഡിലെ പ്ലെയേഴ്സ് കാറ്റഗറി വൈസ് വരുന്നത്. ഇനി CCLലെ പ്ലേയിങ് 11 സംബന്ധിച്ച റൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേയിങ് 11 വരേണ്ടതിൽ 7 പേര് A കാറ്റഗറിയിൽ വരുന്നവരായിരിക്കണം കമ്പൽസറി ആയിട്ട്. ബാക്കി 4 പേര് മാത്രമേ B കാറ്റഗറി പ്ലെയേഴ്സായിട്ട് വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പ്ലേയിങ് 11 പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 7 പേര് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ക്യാപ്റ്റൻ, അതുപോലെ ബിനീഷ് കോടിയേരി വൈസ് ക്യാപ്റ്റൻ, അർജുൻ നന്ദകുമാർ, വിവേക് ഗോപൻ, മണിക്കുട്ടൻ, കലാഭവൻ പ്രചോദ്, ജീൻ പോൾ ലാൽ. ഈ 7 പേരായിരുന്നു A കാറ്റഗറി പ്ലെയേഴ്സായിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി 4 പേർക്ക് മാത്രമേ B കാറ്റഗറിയിൽ നിന്ന് പ്ലേയിങ് 11ലേക്ക് അവസരം ലഭിക്കുകയുള്ളൂ. അതിൽ ഒന്നായിരുന്നു മദൻ മോഹൻ നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ വെടിക്കെട്ട് ഇന്നിങ്സ് കാഴ്ചവെച്ച് കേരളത്തെ ജയിപ്പിച്ച താരമാണ്. മദൻ മോഹൻ നമ്മുടെ കോച്ച് കൂടിയാണ്, പ്രൊഫഷണൽ ക്രിക്കറ്ററാണ്. മദൻ മോഹനായിരുന്നു ആദ്യത്തെ B കാറ്റഗറി പ്ലെയർ. അത് കഴിഞ്ഞ് അരുൺ ബെന്നി CCL ഫോളോ ചെയ്യുന്നവർക്കറിയാം, വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ ഒരു കീ പ്ലെയറാണ് അരുൺ ബെന്നി. ഓൾറൗണ്ടറാണ്, വിക്കറ്റ് കീപ്പർ കൂടിയാണ് അരുൺ ബെന്നി. അപ്പോൾ അരുൺ ബെന്നിയായിരുന്നു രണ്ടാമത്തെ നമ്മുടെ B കാറ്റഗറി പ്ലെയർ. മൂന്നാമത്തെ B കാറ്റഗറി പ്ലെയർ ആയിരുന്നു ആര്യൻ കത്തൂരിയ. ബിഗ് ബോസ് താരമായിട്ടുള്ള ആര്യൻ കത്തൂരിയായിരുന്നു നമ്മുടെ മൂന്നാമത്തെ B കാറ്റഗറി പ്ലെയർ. ആര്യനും ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററാണ്, മുമ്പ് സ്റ്റേറ്റിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ആര്യൻ. ഇനി 4ാമത്തെ നമ്മുടെ B കാറ്റഗറി പ്ലെയർ എന്ന് പറഞ്ഞത് സമർത്ഥ് അംബുജാക്ഷൻ ആയിരുന്നു. സമർത്ഥ് അംബുജാക്ഷൻ ഓൾസോ യൂണിവേഴ്സിറ്റി ക്രിക്കറ്ററായിരുന്നു. അപ്പോൾ ഈ 4 പേരായിരുന്നു നമ്മുടെ B കാറ്റഗറി പ്ലെയർ. അപ്പോൾ 4 പേരെ മാത്രമേ നമുക്ക് B കാറ്റഗറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മാത്രമാണ് അഖിൽ മാരാർ, മുഹമ്മദ് ഷാരിഖ് എന്നിവർക്ക് അവിടെ പുറത്തിരിക്കേണ്ടി വന്നത്.
അല്ലാതെ മുഹമ്മദ് ഷാരിഖും അഖിൽ മാരാറിനും പകരമായിട്ടല്ല മണിക്കുട്ടനും പ്രചോദും നമ്മുടെ ലൈനപ്പിൽ സ്ഥാനം പിടിച്ചത്. അവർ എ കാറ്റഗറിയിൽ വരുന്ന പ്ലെയേഴ്സാണ്. ആ 7 കാറ്റഗറി പ്ലെയേഴ്സിൽ 7 പേര് കളിച്ചേ മതിയാകത്തുള്ളൂ. ബാക്കിയുള്ള 4 സ്പോട്ടിലേക്കാണ് അഖിൽ മാരാറും ഷാരിഖും ഇവിടെ മത്സരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പ്ലേയിങ് 11 സംബന്ധിച്ച മെയിനായിട്ടുള്ള ഒരു റൂള്. ഇതായിരുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും സംശയം. ഇനി അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ഉയർന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ ബെന്നി. ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൻ്റെ വൺ ഓഫ് ദി കീ പ്ലെയറാണ് അരുൺ ബെന്നി. അരുൺ ബെന്നി എന്തുകൊണ്ട് ബാറ്റിങ്ങിന് വന്നിട്ടില്ല? അവിടെ 3 വിക്കറ്റ് പോകുമ്പോഴും 4 വിക്കറ്റ് പോകുമ്പോഴും ഒക്കെ മണിക്കുട്ടനെയും കലാഭവൻ പ്രചോദനെയൊക്കെ ഇറക്കി വിടുന്നത്. അരുൺ ബെന്നി, ആര്യൻ പോലുള്ളവർ അവിടെ ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ, ക്രിക്കറ്റ് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള അവർ ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ കലാഭവൻ പ്രചോദൊക്കെ ബാറ്റിങ്ങിന് വരുന്നത് ഒരുപാട് ആരാധകർക്ക് വിഷമുണ്ടാക്കിയ കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കിയ കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് അരുൺ ബെന്നി, ആര്യനൊക്കെ അവിടെ ബാറ്റ് ചെയ്യാൻ പറ്റാതെ മാറുന്നത്? അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അടുത്തതായി ചോദിച്ച ഡൗട്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ CCLൻ്റെ ബാറ്റിംഗ് ഓർഡർ റൂൾസ് പ്രകാരം 2 ബി കാറ്റഗറി പ്ലെയേഴ്സിന് ഒരുമിച്ച് ബാറ്റ് ചെയ്യാൻ പറ്റത്തില്ല അൺലെസ് എല്ലാ എ കാറ്റഗറി പ്ലെയറും ഔട്ടായി കഴിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലത്തെ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മദൻ മോഹനും വിവേക് ഗോപനും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മദൻ മോഹൻ ഒരു ബി കാറ്റഗറി പ്ലെയറാണ്, മാഡി ഒരു ബി കാറ്റഗറി പ്ലെയറാണ്, വിവേക് ഗോപൻ ഒരു എ കാറ്റഗറി പ്ലെയറാണ്. അപ്പോൾ വിവേക് ഗോപനാണ് അവിടെ ഔട്ടാവുന്നത്. വിവേക് ഗോപൻ ഒരു എ കാറ്റഗറി പ്ലെയർ ഔട്ടാകുമ്പോൾ അവിടെ ഒരു എ കാറ്റഗറി പ്ലെയറിന് മാത്രമേ ബാറ്റിങ്ങിന് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ബി കാറ്റഗറി പ്ലെയറായ അരുൺ ബെന്നിക്കോ ആര്യനോ അവിടെ ബാറ്റിങ്ങിന് ഇറങ്ങാൻ സാധിക്കത്തില്ല. 2 ബി കാറ്റഗറി പ്ലെയേഴ്സിന് ഒരുമിച്ച് ബാറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം അവിടെ എ കാറ്റഗറി പ്ലെയേഴ്സ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അതാണ് CCLലെ മറ്റൊരു റൂള്. 2 ബി കാറ്റഗറി പ്ലെയേഴ്സിന് ഒരുമിച്ച് ബാറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അവിടെ ബാക്കി എ കാറ്റഗറി പ്ലെയേഴ്സ് ഔട്ടാവാതെ നിൽക്കുന്നിടത്തോളം കാലം. ഓക്കെ, അത് കഴിഞ്ഞ് മണിക്കൂട്ടൻ ഇറങ്ങിക്കഴിഞ്ഞ് മണിക്കൂട്ടൻ ഔട്ടായപ്പോൾ അടുത്ത് ഇറങ്ങിയത് കലാഭവൻ പ്രചോദ. സെയിം റോള് തന്നെയാണ് അവിടെ. എ കാറ്റഗറി പ്ലെയറിനെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ കലാഭവൻ പ്രചോദ് അവിടെ ബാറ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. ഓക്കെ, ഇനി മാഡി ഔട്ടായിരുന്നെങ്കിൽ, മദൻ മോഹൻ ഔട്ടായിരുന്നുണ്ടെങ്കിൽ അരുൺ ബെന്നിയോ ആര്യനോ അവിടെ ബാറ്റിങ്ങിന് ഇറങ്ങിയത്. ഇതാണ് ബാറ്റിംഗ് ഓർഡറിനെ സംബന്ധിച്ചിട്ടുള്ള CCLലെ ഒരു പ്രധാനപ്പെട്ട റൂള്. ഇനി ബാറ്റിങ്ങിനെ സംബന്ധിച്ച് മറ്റൊരു റൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ബാറ്റ്സ്മാൻമാർ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 കമ്പൽസറി എ കാറ്റഗറി പ്ലെയേഴ്സ് ആയിരിക്കണം. അതാണ് കഴിഞ്ഞ ദിവസം ഓപ്പണിംഗ് ആയിട്ട് ഉണ്ണി മുകുന്ദനും അർജുൻ നന്ദകുമാറും ഇറങ്ങി. 1 വിക്കറ്റ് വീണപ്പോൾ മദൻ മോഹൻ ഇറങ്ങാതെ ഇറങ്ങിയത് ജീൻ പോൾ ലാലാണ്. കമ്പൽസറി എ കാറ്റഗറി പ്ലെയർ ആയിരിക്കണം 3 പേര്, ആദ്യത്തെ 3 പേര്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബാറ്റിംഗ് റൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബി കാറ്റഗറിയിൽ വരുന്ന പ്ലെയേഴ്സ്, അതായത് ടീമിൻ്റെ സ്ട്രോങ് പോയിൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ബി കാറ്റഗറി എന്നാണ് കണക്കാക്കുന്നത്. ബി കാറ്റഗറി വരുന്ന പ്ലെയേഴ്സ് 10 ഓവറിന് ശേഷം മാത്രമേ ബാറ്റിങ്ങിനായിട്ട് ഇറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് 2 വിക്കറ്റ് വീണപ്പോൾ മദൻ മോഹൻ ഇറങ്ങാതെ വിവേക് ഗോപൻ അവിടെ ബാറ്റിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. ബി കാറ്റഗറി ആൾ 10 ഓവറായതിനു ശേഷമേ ബാറ്റിങ്ങിന് ഇറങ്ങാൻ സാധിക്കത്തുള്ളൂ. ജീൻ പോൾ ഔട്ടായത് 10 ഓവർ കഴിഞ്ഞ് 2 പന്തായപ്പോഴാണ്. അപ്പോൾ മദൻ മോഹൻ ഇറങ്ങി. അതാണ് CCLലെ ബാറ്റിങ്ങിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ റൂള്. അപ്പോൾ നമ്മൾ ബി കാറ്റഗറി പ്ലെയേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർ ടീമിലൊരു ഫിനിഷറിൻ്റെ റോളിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. 10 ഓവർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ബാറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ 3 പേര് എ കാറ്റഗറി പ്ലെയേഴ്സ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ടേ അവർക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ബാറ്റിങ്ങിനെ സംബന്ധിക്കുന്ന അടുത്തൊരു റൂള്. അപ്പോൾ നമ്മൾ 3 റൂള് പറഞ്ഞു ബാറ്റിങ്ങിനെ സംബന്ധിക്കുന്ന റൂള്. ഒന്ന്, ആദ്യത്തെ 3 ആൾക്കാർ കമ്പൽസറിലി എ കാറ്റഗറി പ്ലെയേഴ്സ് ആയിരിക്കണം. രണ്ടാമത് ബി കാറ്റഗറി പ്ലെയറിന് 10 ഓവർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ റൂൾ നമ്മൾ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് 2 ബി കാറ്റഗറി പ്ലെയേഴ്സിന് ഒരുമിച്ച് ബാറ്റ് ചെയ്യാൻ പറ്റത്തില്ല അൺലെസ് എല്ലാ എ കാറ്റഗറി പ്ലെയേഴ്സും ഔട്ടായി കഴിഞ്ഞിരിക്കണം. ഇനി ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിൽ മെയിനായിട്ട് 2 റൂളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, പവർ പ്ലേ ഓവർ അടക്കം ആദ്യത്തെ 8 ഓവറുകൾ ബൗൾ ചെയ്യേണ്ടത് എ കാറ്റഗറി പ്ലെയേഴ്സ് ആയിരിക്കണം. ഓക്കെ, എ കാറ്റഗറി പ്ലെയേഴ്സ് ആയിരിക്കണം ആദ്യത്തെ 8 ഓവറുകൾ ബോൾ ചെയ്യേണ്ടത്. ബി കാറ്റഗറി പ്ലെയേഴ്സിന് 9ാമത്തെ ഓവർ തൊട്ട് മാത്രമേ ബോൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് ബൗളിംഗ് സംബന്ധിക്കുന്ന ആദ്യത്തെ റൂൾ. ഇനി രണ്ടാമത്തെ റൂൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20ൽ 12 ഓവർ ചെയ്യേണ്ടത് എ കാറ്റഗറി പ്ലെയേഴ്സ് ആയിരിക്കണം. ബി കാറ്റഗറി പ്ലെയേഴ്സിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഓവർ എന്ന് പറഞ്ഞാൽ 8 ഓവർ ആയിരിക്കണം. എ കാറ്റഗറി പ്ലെയേഴ്സിന് 12 ഓവറും ബി കാറ്റഗറി പ്ലെയേഴ്സിന് 8 ഓവർ. ഇതാണ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റൂൾ. എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി കാറ്റഗറി പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന പ്ലെയേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവരെ ഓപ്പണിംഗ് സ്പെല്ല് അല്ലെങ്കിൽ പവർ പ്ലേ സ്പെല്ലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ മറുവശത്ത് ബാറ്റിങ്ങിന് നിൽക്കുന്നത് എ കാറ്റഗറി പ്ലെയേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരെ പെട്ടെന്ന് ഔട്ടാക്കാൻ സാധിക്കും.
അപ്പോൾ അത് പാടില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളൊരു സ്റ്റാറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് ബാറ്റിംഗ് ചെയ്യേണ്ടത് എ കാറ്റഗറി പ്ലെയേഴ്സാണ്, അതുപോലെ തന്നെ ഓപ്പണിംഗ് ബൗളിംഗ് ചെയ്യേണ്ടതും എ കാറ്റഗറി പ്ലെയേഴ്സാണ്. അപ്പോൾ ഇതാണ് പൊതുവേ CCLൻ്റെ മെയിനായിട്ട് വരുന്ന റൂള്. അപ്പോൾ ഒന്നുകൂടി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ CCLന് ബാറ്റിങ്ങിനെ സംബന്ധിക്കുന്ന റൂൾസ് ഉണ്ട്, ബൗളിങ്ങിനെ സംബന്ധിക്കുന്ന റൂൾസ് ഉണ്ട്, പ്ലേയിങ് 11 സംബന്ധിക്കുന്ന റൂൾസ് ഉണ്ട്. പ്ലേയിങ് 11 സംബന്ധിക്കുന്ന റൂൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലേയിങ് 11 7 എ കാറ്റഗറി പ്ലെയേഴ്സും 4 ബി കാറ്റഗറി പ്ലെയേഴ്സുമാണ് വേണ്ടത്. ഓക്കെ, ഇത് കമ്പൽസറി ആണ് 7ഉം 4ഉം. ഇനി ബാറ്റിങ്ങിനെ സംബന്ധിക്കുന്ന റൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിങ്ങിന് ഇറങ്ങുന്ന ആദ്യത്തെ 3 ബാറ്റ്സ്മാൻമാർ എ കാറ്റഗറി പ്ലെയേഴ്സ് ആയിരിക്കണം. ഒരു ബി കാറ്റഗറി പ്ലെയറിന് ബാറ്റിങ്ങിന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 10 ഓവർ പിന്നിടണം. അല്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ എ കാറ്റഗറി പ്ലെയേഴ്സും ഔട്ടായി കഴിഞ്ഞിരിക്കണം. ഇനി ബാറ്റിങ്ങിന് അടുത്ത റൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ബി കാറ്റഗറി പ്ലെയേഴ്സിന് ഒരുമിച്ച് ബാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീമിലെ ബാക്കി എല്ലാ എ കാറ്റഗറി പ്ലെയേഴ്സും ഔട്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബി കാറ്റഗറി പ്ലെയർ ക്രീസിലുള്ളപ്പോൾ ഓപ്പോസിറ്റ് എൻഡിൽ മറ്റൊരു എ കാറ്റഗറി പ്ലെയർ ആയിരിക്കണം. ഇതാണ് അടുത്ത റൂൾ. ഇനി ബോളിങ്ങിനെ സംബന്ധിക്കുന്ന റൂൾ ഞാൻ പറഞ്ഞു. ബോളിങ്ങിൽ 20 ഓവറിൽ 12 ഓവറും എറിയേണ്ടത് എ കാറ്റഗറി പ്ലെയറാണ്. ബി കാറ്റഗറി പ്ലെയറിന് എറിയാൻ പറ്റുന്ന ആകെ ഓവർ 8 ഓവറാണ്. ഇനി ആദ്യത്തെ 8 ഓവറും എറിയേണ്ടത് എ കാറ്റഗറി പ്ലെയേഴ്സാണ്. ബി കാറ്റഗറി പ്ലെയറിന് 9ാമത്തെ ഓവർ തൊട്ട് മാത്രമേ എറിയാൻ സാധിക്കൂ. അപ്പോൾ ഇതൊക്കെയാണ് CCLലെ മെയിനായിട്ടുള്ള റൂൾസ്. നമ്മളിൽ പലർക്കും ഈ റൂൾസ് കാര്യങ്ങൾ അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും എന്തെങ്കിലും ചെറിയ ഇൻഫർമേഷൻസ് ഈ വീഡിയോയിലൂടെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.